ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു സാമിൻ അഷ്റ 18ാമത്തെ പാഠം സാഹിബുർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാർ. അപ്പോൾ ഇവിടെ ഈ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് പാഠഭാഗത്തിൻ്റെ ഈ ബോക്സ് ഒന്ന് നമുക്ക് ആദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ചോദിച്ചു, നിങ്ങളിൽ ഇന്ന് നോമ്പനുഷ്ഠിച്ചതാരാണ്? ഒരു സഹാബി എഴുന്നേറ്റു പറഞ്ഞു, ഞാൻ നോറ്റിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇന്ന് മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തത്? അതേ സഹാബി പറഞ്ഞു, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയത് ആരാണ്? ആ സഹാബി പറഞ്ഞു, ഞാൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ഈ കാര്യങ്ങൾ മുഴുവനും ഒരാൾ ചെയ്താൽ അവന് സ്വർഗപ്രവേശനം ഉറപ്പായി. അപ്പോൾ ഇവിടെ നോമ്പനുഷ്ഠിച്ചവർ, മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തവർ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയവർ, രോഗിയെ സന്ദർശിച്ചവർക്ക്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ അവന് സ്വർഗം ഉറപ്പായി. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ആ സഹാബി ആരെന്നറിയുമോ? 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 3-ാം വർഷം പരിശുദ്ധ മക്കയിൽ ജനിച്ചു. ഖുറൈശി ഗോത്രത്തിലെ ബനു തൈം വംശത്തിൽ അബൂ ഖുഹാഫയുടെയും ഉമ്മു ഹൈറിൻ്റെയും മകനാണ് അദ്ദേഹം. അബ്ദുള്ള എന്നാണ് യഥാർത്ഥ നാമം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം ഉറപ്പ് പറഞ്ഞ സഹാബി. അബൂബക്കർ റളിയല്ലാഹു അൻഹു 1-ാം ഖലീഫയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 3-ാം വർഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച 3-ാം വർഷം പരിശുദ്ധ മക്കയിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഖുറൈശി ഗോത്രത്തിലെ ബനു തൈം വംശത്തിലെ അബൂ ഖുഹാഫയുടെയും ഉമ്മു ഹൈറിൻ്റെയും മകനാണ് അദ്ദേഹം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രം ഖുറൈശ്, വംശം ബനു തൈം. പിതാവ് അബൂ ഖുഹാഫ, മാതാവ് ഉമ്മുൽ ഹൈർ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം അബ്ദുള്ള എന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്യാം. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. ചെറുപ്പം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു ആര്? ചോദ്യം വരാറുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്നു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജ്റ യാത്രയിൽ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചോദ്യം വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഹിജ്റ യാത്രയിലെ സൗർ ഗുഹയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരൻ ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായപ്പോൾ ഇമാമത്ത് നിർത്തിയത് അദ്ദേഹത്തെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ സഹാബികളെ സമാധാനിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗമായിരുന്നു. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ ജനങ്ങളെ സമാധാനിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗമായിരുന്നു. നിരവധി പ്രമുഖ സഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്.
ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 7 അടിമകളെ അദ്ദേഹം വിലക്ക് വാങ്ങി പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 7 അടിമകളെയാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്ര അടിമകളെയാണ് മോചിപ്പിച്ചത്? 7 അടിമകളെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ സിദ്ദീഖ് എന്ന പേര് ലഭിച്ചു. മനസ്സിലാക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചു. എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചതിൻ്റെ പേരിലാണ് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. മനസ്സിലാക്കുക. ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ ഈമാന് ത്രാസിൻ്റെ ഒരു തട്ടിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ മറ്റൊരു തട്ടിൽ വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിൻ്റെ തൂക്കം കൂടുതലായിരിക്കും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മനസ്സിലാക്കി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെ ഈമാന് ഒരു ത്രാസിൻ്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനും വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനാണ് കൂടുതൽ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. തൻ്റെ സ്വത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ മറമാടുന്നതിന് മുമ്പ് തന്നെ സഹാബികൾ ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ സമ്മേളിച്ച് ഏകകണ്ഠമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. എവിടെ വെച്ചിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തത്? അടയാളപ്പെടുത്തിക്കൊള്ളിട്ട് ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ചിട്ടാണ്. അവരെവിടെ സമ്മേളിച്ചത്? ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ചിട്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മാതൃകാ ഭരണാധികാരിയായിരുന്നു. പിൽക്കാല ഖലീഫമാരുടെ എല്ലാ ഭരണ നേട്ടങ്ങൾക്കും അടിത്തറ പാകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. 2 വർഷവും 3 മാസവും അദ്ദേഹം ഭരണം നടത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷവും 3 മാസവും ഭരണം നടത്തി. ഹിജ്റ 13-ാം വർഷം 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്ന് ജമാദുൽ ആഹിർ 21-ന് അദ്ദേഹം വഫാത്തായി. ജമാദുൽ ആഹിർ 21-ന് അദ്ദേഹം വഫാത്തായി. അന്ന് അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് തന്നെ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു. അപ്പോൾ ഹിജ്റ 13-ാം വർഷം 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്ന് ജമാദുൽ ആഹിർ 21-നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്. അന്ന് അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് തന്നെ മറവു ചെയ്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ഭരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കിയ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ ഒരുക്കിയ ഒരു സൈന്യം ഉണ്ടായിരുന്നു. ആ സൈന്യത്തെ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ റോമയിലേക്ക് അയച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അതൊക്കെ ചോദ്യം വരുന്നുണ്ട്. എന്താണ്? റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അയച്ചത്? ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള. മനസ്സിലാക്കുക. അടുത്തത് നബിമാരാണെന്ന് വാദിച്ച് രംഗത്ത് വന്ന തുലൈഹത്തുൽ അസദിയ, മുസൈലിമത്തുൽ കദ്ദാബ്, സജാഹി തുടങ്ങിയവർക്കെതിരെ പോരാടി വിജയം വരിച്ചു. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് എന്താ ചോദ്യം വരിക? മുസ്ലിമാണെന്ന് വാദിച്ച് രംഗത്ത് വന്നത് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു പേര് വരും. ആരൊക്കെയാണ്? തുലൈഹത്തുൽ അസദിയ, മുസൈലിമത്തുൽ കദ്ദാബ്, സജാഹി. 3 പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുസ്ലിമാണെന്ന് വാദിച്ച് രംഗത്ത് വന്നത്. അവരോടൊക്കെ പോരാടി വിജയം വരിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അടുത്തത് ആഭ്യന്തര കലാപങ്ങൾക്ക് അറുതി വരുത്തി റോമക്കാരുടെ അധീനതയിലായിരുന്ന യർമൂക്ക്
ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലായി. റോമക്കാരുടെ അധീനതയിലായ ഒരു രാഷ്ട്രം, അതാണ് യർമൂക്ക്. മനസ്സിലാക്കുക, അതൊക്കെ ഇസ്ലാമിൻ്റെ ഭരണകൂടത്തിലായി. അപ്പോൾ യർമൂക്ക് ഇസ്ലാമിൻ്റെ ഭരണകൂടത്തിലാക്കിയത് ആരുടെ കാലത്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസഫിൽ ക്രോഡീകരിച്ചു. ഖുർആൻ ഒരു മുസഫിൽ ക്രോഡീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് മുസഫ് ക്രോഡീകരിക്കപ്പെട്ടത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു, അമീറുമാരെ നിയമിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് എന്താ ചോദ്യം വരിക? രാജ്യത്തെ സംസ്ഥാനങ്ങളായി വിഭജിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്തിനാണ്? ഭരണ സൗകര്യത്തിനായിട്ടാണ്. അപ്പോൾ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു, അമീറുമാരെ നിയമിച്ചു. മനസ്സിലാക്കുക, അമീറുമാരെ നിയമിച്ചു. മനസ്സിലാക്കുക. അടുത്തതാ സിദ്ദീഖ് സബ്ബാഖു ബിൽ ഖൈർ. സിദ്ദീഖു സബ്ബാഖു ബിൽ ഖൈർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ നന്മയിലും മുൻകടന്നവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ നക്റാവു വനഫമോ ഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കുക. എക്സാമിനൊക്കെ ഏതെങ്കിലും ഒരു മീനിങ് ഒക്കെ എഴുതാൻ വരും. എവിടുന്നാ വരിക എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ് ഇവിടെ ഉള്ള ഇതൊക്കെ വായിച്ചു നോക്കുക. ഉസാമ റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് ഉസാമ. ഇതൊക്കെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആർ സൗറിൽ കഴിഞ്ഞ സംഭവം വിവരിക്കുക. അവർ ആർ സൗറിൽ കഴിഞ്ഞ സംഭവം എന്തായിരുന്നു? ആർ സൗറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കഴിഞ്ഞ സംഭവം നമ്മൾ മുന്നേ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിലെ മാളങ്ങളൊക്കെ തൻ്റെ കയ്യിലുള്ള വസ്ത്രം കീറി അടയ്ക്കുകയും അതിലുള്ള ഒരു മാളം ബാക്കിയായി അത് തൻ്റെ പെരുവിരൽ കൊണ്ട് അടച്ചു വയ്ക്കുന്നതും, ഉഗ്രവിഷമുള്ള ഒരു പാമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിരലിൽ കൊത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്താൻ വിഷമിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു വേദന സഹിക്കാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഇറ്റുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്ന് കാര്യം അന്വേഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടി വിഷം ഇറങ്ങുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സുഖപ്പെടുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം. നമുക്ക് ഇതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. എന്താണ്? ആദ്യം നുജ്ബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയച്ച സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നു ആരായിരുന്നു? ഉസാമ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ അതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യം കാണാം. അപ്പോൾ ഒക്കെ നമുക്ക് അടയാളപ്പെടുത്തി വെച്ച് പോരാം. എന്നിട്ട് ഇതുപോലെ ആൻസർ നമുക്ക് എടുത്തെഴുതാം. അടുത്ത എന്താണ്? എപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരു മുസഹഫിൽ ക്രോഡീകരിച്ചത്? എപ്പോഴായിരുന്നു? ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോഴാണ്. ഖുർആൻ മനഃപ്പാഠമുള്ളവർ ധാരാളമായി ഷഹീദായപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു മുസ്ഹഫിൽ ഖുർആൻ ക്രോഡീകരിച്ച് സംരക്ഷിച്ചത്. അടുത്തതാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളായി വിഭജിച്ചത്? എന്തിനാണ്? ഭരണ സൗകര്യത്തിനായിട്ടാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചത്. ഭരണ സൗകര്യത്തിന്. അടുത്തത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സംസ്ഥാനങ്ങളുടെ നേതൃത്വം ആർക്കായിരുന്നു? അമീറുമാർക്കായിരുന്നു. അവിടെ തന്നെ പറയുന്നുണ്ട് സംസ്ഥാനങ്ങളായി വിഭജിച്ചു, അമീറുമാരെ നിയമിച്ചു എന്ന്. അപ്പോൾ അമീർമാരൊക്കെയാണ് സംസ്ഥാനങ്ങളുടെ നേതൃത്വം ഉണ്ടായിരുന്നത്, അമീറുമാർ. അടുത്തത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം എത്ര കാലം നീണ്ടു നിന്നു? എത്ര കാലമാണ്? 2 വർഷവും 3 മാസവുമാണ് അദ്ദേഹം ഭരണം നടത്തിയത്. 2 വർഷവും 3 മാസവും. അപ്പോൾ അത് അടയാളപ്പെടുത്തി അങ്ങോട്ട് എഴുതുക. അടുത്തത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എപ്പോഴാണ്? ഇവിടുന്ന് എഴുതുക. ഹിജ്റ
13-ാം വർഷം 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്ന് ജമാദിൽ ആഹിർ 21-ന് അദ്ദേഹം വഫാത്തായി. അവരെ എഴുതുക. അടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണകാരണം എന്തായിരുന്നു? 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്നാണ് മരണപ്പെട്ടത്. 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്നാണ് മരണപ്പെട്ടത്. അടുത്ത ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഹിജ്റ പോകുമ്പോൾ ഡാഷ് ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സൗറിൽ സൗർ ഗുഹയിൽ. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതുക, സൗർ ഗുഹയിൽ. അടുത്തത് ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് ഡാഷാണ് അടിത്തറ പാകിയത്. ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് എഴുതുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് അടിത്തറ പാകിയത്. 1-ാം ഖലീഫയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. അപ്പോൾ അവിടേക്ക് പേരെടുത്ത് എഴുതുക. അടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിനാൽ സിദ്ദീഖ് എന്ന പേര് വിളിച്ചു. സിദ്ദീഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു. ഇവിടെ പെടുത്തിയതുണ്ട് നമ്മളിവിടെ. സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത്. അടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തുലൈഹത്തുൽ അസദിയ ഡാഷ് ആണെന്ന് വാദിച്ചു. എന്താണ്? നബിമാരാണെന്ന് വാദിച്ചു. അപ്പോൾ ഇവിടേക്ക് നബിമാർ ആണെന്ന് വാദിച്ചു. നബിമാർ എന്ന് എഴുതി കൊടുക്കും. അപ്പോൾ ഇവിടെ നബിമാരാണെന്ന് വാദിച്ചതാണ്. അപ്പോൾ നബിമാർ എന്ന് അവിടേക്ക് എഴുതി കൊടുക്കുക. അപ്പോൾ തുലൈഹത്തുൽ അസദിയ എന്നാണ് അവിടെ വന്നത്. മുസൈലിമത്തുൽ കദ്ദാബും സജാഹി ഒക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ പേരുകൾ മനസ്സിലാക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഡാഷ് അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. എത്രയാണ്? 7 അടിമകളെ. ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 7 അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് 7 അടിമകൾ. അപ്പോൾ അത് അവിടേക്ക് എഴുതുക. അപ്പോൾ ഇതൊന്നായിരിക്കില്ല ചിലപ്പോൾ ചോദ്യം വരിക. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചത് ആര് എന്നായിരിക്കും ചോദ്യം വരിക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതിന് എഴുത്ത് ഫിക്ര കണ്ണിക എഴുതണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എന്താ എഴുതാം? ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം ഇസ്ലാം സ്വീകരിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്നു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജ്റ യാത്രയിൽ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം കഠിനമായപ്പോൾ ഇമാമത്ത് നിർത്തിയതും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ സ്വഹാബികളെ സമാധാനിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗമായിരുന്നു. നിരവധി സഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 7 അടിമകളെ അദ്ദേഹം വിലക്ക് വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളാണ്. അതേപോലെ സിദ്ദീഖ് എന്ന പേര് വിളിച്ചതും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് ഉമർ റളിയല്ലാഹു പറഞ്ഞതും ഒക്കെ നമുക്ക് മനസ്സിലാക്കി ഇതിൻ്റെ കൂടെ എഴുതാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ നേട്ടങ്ങൾ എഴുതാനാണ്. നമ്മൾ അവസാനത്ത് പറഞ്ഞ പോയിന്റുകളുണ്ട്, പ്രധാന ഭരണ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതൊക്കെ ഇവിടെയൊക്കെ എഴുതി വെക്കുക. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കിയ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അവസാനം അമീറുമാരെ നിയമിച്ചു വരെയുള്ള ഈ ഭാഗം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് എഴുതി വെക്കുക ഓരോ പോയിന്റുകൾ. അടുത്തത് നക്റഹ് വനൻഷഹ്. ഇത് വായിച്ചിട്ട് അതുപോലെ പകർത്തി എഴുതാനാണ്. അപ്പോൾ ഇവിടെ കാന അബൂബക്കരി റളിയല്ലാഹു അൻഹു നഹിഫൽ ജിസ്മി. അപ്പോൾ അതുപോലെ ഇവിടേക്ക് ചേർത്ത് എഴുതുക. കാന അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു നഹിഫൽ ജിസ്മി റജുലൻ അബിയൽ, അങ്ങനെ വരും. അതുപോലെ ഇവിടേക്കും അതുപോലെ പകർത്തി എഴുതുക. അപ്പോൾ അതുപോലെ അത് പകർത്തി എഴുതുക. അപ്പോൾ മനസ്സിലാക്കുക നമുക്ക്. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.